നന്നായി എന്ന് എത്ര പേര് തോന്നുന്നുണ്ട്? ഹല്ലേലൂയ. പകൽക്കാലത്ത് നമ്മൾ കൂടി വന്ന നന്നായി. ഹല്ലേലൂയ. നന്നായിരിക്കണമെന്നാണ് ദൈവം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നശിച്ചു പോയാൽ നമുക്ക് കൂടി വരാൻ കഴിയത്തില്ല. നമ്മൾ നന്നായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കൂടി വരേണ്ടത് തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മുടെ കർത്താവ് നമ്മളെ സഹായിപ്പാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത്, പ്രത്യേകാല് രാജനെ ഓർത്ത്, രാജന് സന്തോഷമുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന പകൽക്കാലത്ത് നമ്മൾ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ 54-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു. 54-ന്റെ 4 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. അവിടെ കാണുവാൻ കഴിയുന്നത് ഇന്ന് പകൽക്കാലത്തില് നമ്മുടെ ചിന്താവിഷയം, നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ വായനയിടയിൽ തീർന്നത്. അവിടെ മുകളൊന്നുകൂടി വായിച്ചാലും, ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു. 54-ാം സങ്കീർത്തനത്തിലൂടെ ഭക്തൻ പറയാണ്, ഇതാ ദൈവം എന്റെ സഹായമാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ടെന്ന് ദാവീദ് ഭക്തൻ പറയാണ്. പ്രൈസ് ദി ലോർഡ്. മതി. ഹല്ലേലൂയ. ഭക്തൻ പറയുന്നതാണ്, ഇതാ ദൈവം എൻ്റെ സഹായമാകുന്നു, കർത്താവ് എന്നെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഭക്തൻ പറയുകയാണ്, എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ ഭക്തൻ പറയുകയാണ്, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങിയില്ല എങ്കിൽ ഞാൻ വേഗത്തിൽ മൗനവാസം ചെയ്യുമായിരുന്നു. മരിച്ചവരോടുകൂടെ മൗനതയിൽ ഇറങ്ങുന്നവരോടുകൂടെ മൗനവാസം ചെയ്യുമായിരുന്നു. കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ഇതാ ദൈവം എൻ്റെ സഹായമാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാണനെ ഹല്ലേലൂയ, നമ്മുടെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ, ആമേൻ, നമ്മുടെ പ്രാണനെ ആമേൻ താങ്ങുകയാണെന്ന് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണർന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ പ്രാണനെ താങ്ങുന്നവരോട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാണനെ ഹല്ലേലൂയ പാതാളത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ഭാരത്തിൽ നിന്ന്, ക്ഷീണത്തിൽ നിന്ന്, ആമേൻ, കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മെ താങ്ങുന്നവരോട് കൂടെ നമ്മുടെ കർത്താവുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ താങ്ങുന്നവരോട് കൂടെ ഉണ്ടെന്ന്? ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രാണനെ പാതാളത്തിൽ ഇറങ്ങുവാൻ ഇടവരുത്തത്തില്ല, അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 51 വായിക്കുമ്പോൾ, അവിടെ ഒന്ന് വായിച്ചാട്ടെ. അവിടെ ആമേൻ ഭക്തൻ കർത്താവ് പറയുന്നൊരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ കർത്താവായ യേശു പറയുന്ന കാര്യമാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവർ ഒരു നാളും മരണം കാണുകയില്ല എന്ന് യേശു പറയുകയാണ്. യേശു പറയുന്നത് സാരാംശം, യേശു എന്നും എന്നേക്കും ജീവിക്കുന്നവനാണ്. യേശു എന്നും എന്നേക്കും ജീവിക്കുന്നവൻ. എന്നും എന്നേക്കും ജീവിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ആയതുകൊണ്ട് കർത്താവ് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ആമേൻ ഒരു നാളും മരണം കാണുകയില്ല, ഒരു നാളും അവർ മരിക്കത്തില്ല. യേശു എന്നും എന്നേക്കും ജീവിക്കുന്നത് പോലെ അവൻ എന്നും എന്നേക്കും ജീവിപ്പാനിടയിൽ തീരും. ഹല്ലേലൂയ. ആയതുകൊണ്ട് ആമേൻ, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ മരണം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. മരണം കാണത്തില്ല, മരിക്കത്തില്ല. യേശു എങ്ങനെയുള്ളവരായിരുന്നു? യേശു ആദ്യനും ആകുന്നു അല്ലേ? യേശുവിൻ്റെ വചനം എന്നും എന്നേക്കും ജീവിക്കുന്നു.
യേശുവിൻ്റെ വചനം ആദിയോടന്തം ജീവിക്കുന്നതാണ്. ആ വചനങ്ങളെ പ്രമാണിക്കുന്നവൻ എന്നും എന്നേക്കും ജീവിക്കും. ആ വചനങ്ങളെ പ്രമാണിക്കുന്നവർ ഒരു നാളും മരിക്കത്തില്ല എന്ന് ദൈവവചനത്തിലൂടെ യേശു പറയുകയാണ്. യേശു എന്നും എന്നേക്കും ജീവിക്കുന്ന യേശു ആമേൻ എന്നും എന്നേക്കും ജീവിക്കുന്നവനാണ്. അതിനൊരു ഉദാഹരണം യേശു പറയുന്നതിലൂടെ തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 8-34 വായിക്കുമ്പോൾ മകളൊന്ന് വായിച്ചാലും അതിന് എന്നും എന്നേക്കും ജീവിക്കും. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. 8:34 അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. പുത്രനോ എന്നേക്കും വസിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാസൻ അവിടെ പറയുന്നത് ദാസൻ എന്നേക്കും തൻ്റെ വീട്ടിൽ വസിക്കത്തില്ല. ഒരു ദാസൻ ഒരുവന്റെ വീട്ടിൽ എന്നേക്കും വസിക്കത്തില്ല. എന്നാൽ പുത്രൻ എന്നേക്കും വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ദൈവപുത്രനാകുന്ന യേശു പറയുന്നതാകുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ദാസൻ ആരുടെയും ഭവനത്തിൽ ശാശ്വതമായി ജീവിക്കത്തില്ല. ദാസൻ ജീവിക്കത്തില്ല. എന്നാൽ പുത്രൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുത്രൻ എന്നേക്കും നമ്മുടെ ഭവനത്തിൽ ജീവിക്കും. അവരൊരു അവകാശിയാണ്. അവൻ പുത്രനാണ്, പുത്രത്വം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു പറയുന്നത്, എൻ്റെ വചനം പ്രമാണിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. അതാ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 8:47 വായിക്കുമ്പോൾ അവിടെ കാണുമ്പോൾ അവിടെ ഒന്ന് വായിച്ചാലും മകളെ, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയും ദൈവസന്തതിയായവൻ, ദൈവപുത്രന്മാർ ദൈവവചനം കേൾക്കുന്നു. ആമേൻ. കേൾക്കുന്നവർ പിന്നെ ജീവിക്കും. ഹല്ലേലൂയ. ദൈവസന്തതി അല്ലാത്തവൻ കേൾക്കുന്നില്ല. ലോകപ്രകാരമുള്ളവൻ കേൾക്കുന്നില്ല. അവൻ ജീവിക്കത്തില്ല, അധികം ജീവിക്കത്തില്ല. എന്നാൽ ദൈവസന്തതിയായവൻ, ദൈവപുത്രന്മാർ ദൈവപുത്രിമാർ ദൈവത്താൽ ആമേൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടു എന്ന് വന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. അതിനായിട്ട് കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മോട് കൂടെ നമ്മുടെ കർത്താവുണ്ട്. നമ്മളെ എന്നും എന്നേക്ക് ജീവിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും എല്ലാ തലത്തിൽ നിന്നും രക്ഷകനാകുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആ കർത്താവ് പറയുകയാണ്, എൻ്റെ വചനം പ്രമാണിക്കുന്നവർ പിന്നെയും ജീവിക്കും, അവന് മരണമില്ല എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കത്തില്ല. യോഹന്നാൻ സുവിശേഷം 1 മുതൽ ഉള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവ് ആദ്യനും അന്ത്യനുമാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ എന്നും എന്നേക്കും ജീവിക്കുന്നു. ആയതുപോലെയാകുന്നു ദൈവത്താലുള്ള മക്കളുടെ ജീവിതവും. ഹല്ലേലൂയ. നമ്മൾ പ്രാരംഭത്തിൽ വായിക്കുവാനിടയുന്ന കർത്താവ് എന്നെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മരിക്കത്തില്ല. എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ മരിക്കത്തില്ല. ഞാൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ പാതാളത്തിൽ ഇറങ്ങത്തില്ല. ശത്രുവിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ലോകത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വൈരിക്ക് എതിർപ്പുകൾക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. രോഗത്തിന് ഭാരത്തിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു, എന്നേക്കും ഉള്ളവനാകുന്നു. ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 1 മുതൽ വായിക്കുമ്പോൾ, ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്നുള്ളതാകുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 1 മുതൽ വായിച്ചാലും മോളെ, യോഹന്നാൻ സുവിശേഷം 1 ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു.
ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവന് ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. മതി. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ആമേൻ. ദൈവത്തിൻ്റെ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അത് ആദ്യമേ ഉണ്ടായിരുന്നതാണ്, ആദ്യോട് അന്തമുള്ളതാണ്. വചനം ദൈവമാകുന്നു. ഹല്ലേലൂയ. ആ വചനത്തെ പ്രമാണിക്കുന്നവർക്ക് മരിക്കത്തില്ല. രോഗത്തിൽ നിന്ന് വിടുതലുണ്ടാകും, ശാപത്തിൽ നിന്ന് വിടുതലുണ്ടാകും. ആമേൻ. കഷ്ടത്തിൽ നിന്ന്, നഷ്ടത്തിൽ നിന്ന് ഒക്കെയും വിടുതലുണ്ടാകും. മരിക്കത്തില്ല, ക്ഷീണിച്ച് പോകത്തില്ല, അധൈര്യപ്പെടുവാൻ ഇടവരുത്തത്തില്ല. കർത്താവ് നമ്മുടെ ക്ഷാമത്തിൽ ക്ഷേമവേകി, നമ്മുടെ കഷ്ടങ്ങളിൽ നഷ്ടങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെ ഇരിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവവചനം അപ്രകാരം പറയണ. എന്തെന്ന് പറയുന്നത് ചോദിച്ചാൽ, അവൻ എന്നും എന്നേക്കുള്ളവനാണ്. നമ്മോട് കൂടെയുണ്ടവൻ. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ പ്രയാണങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ പ്രൈസ് ദി ലോർഡ്, അവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നും എന്നേക്കുള്ളവൻ. ആമേൻ. ദൈവമേൻ, ദൈവമേൻ. ഹല്ലേലൂയ. പിന്നെ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ യോഹന്നാൻ സുവിശേഷം 1:12-13 വായിച്ചാൽ മകളെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മതി. സ്തോത്രം. അവിടെ അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊള്ളുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ, ഹല്ലേലൂയ, ദൈവമക്കളാകുവാൻ. ദൈവമക്കൾക്ക് മരണമില്ല. ആമേൻ. അവരുടെ ജീവിതത്തിലെ എല്ലാ തലത്തിലും വിടുതലുകളാണ്, എല്ലാ തലത്തിലും അനുഗ്രഹങ്ങളാണ്, ഉയർച്ചകളാണ്. ഹല്ലേലൂയ. എങ്ങനെ ഇത് ചോദിച്ചാൽ, ആമേൻ, നമ്മോട് കൂടെ കർത്താവുണ്ട്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ആമേൻ, ദാസൻ ഭവനത്തിൽ എന്നേക്കും വസിക്കത്തില്ല, എന്നാൽ പുത്രൻ എന്നും എന്നേക്കും വസിക്കുന്നുണ്ട്. ആ പുത്രൻ, ആ ക്രിസ്തു പറയുന്നതാണ് നമ്മോട്. ഹല്ലേലൂയ. ആമേൻ. തന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും എന്തായിരിക്കുന്നത്? അവനിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല. ആയുസ്, ആരോഗ്യമൊക്കെ ദൈവം നൽകി നമ്മെ രക്ഷിപ്പാനിടയെ തീരും, നമ്മളെ അനുഗ്രഹിപ്പാനിടയെ തീരും, നമ്മെ ഉയർത്തുവാനിടയെ തീരും. ഹല്ലേലൂയ. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ നോക്കിയാലോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒന്നിനാല് നമ്മളെ കർത്താവ് നമ്മളെ സ്വതന്ത്രം അധൈര്യപ്പെടുവാനിട വരുത്തത്തില്ല. അനുദിനം ദൈവനാമ കർത്താവ് നമ്മളെ അമ്മേ വഴി നടത്തുവാനിടയെത്തീരും. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന നന്മകളെയൊക്കെ പകർന്ന് അവൻ നമ്മളെ വഴി നടത്തുവാനിടയെ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് ഒരുവന്റെ മേൽ, വചനം വായിച്ചാലും ലൂക്കോസ് സുവിശേഷം 2:25-26 വചനം. അവിടെ പറയപ്പെടുന്നത് വായിച്ചാലും 2:25-26 വചനം. യെരുശലേമിൽ ശീമോൻ എന്ന് പേരുള്ളൊരു ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. മതി, പിന്നെ വായിക്കണം. അവിടെ പറയപ്പെടുന്നത് ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ 2:25 വചനമാകുന്നു. ഹല്ലേലൂയ. യെരുശലേമിൽ ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. എന്താ പേര്? ശിമയി എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആമേൻ താൻ മരിക്കുന്നതിന് മുമ്പേ യേശുവിനെ, അല്ലെങ്കിൽ ദൈവപുത്രനെ കണ്ടിട്ടല്ലാതെ മരണം വരത്തില്ല, താൻ യേശുവിനെ മുഖാമുഖം കാണും എന്ന് ആ ഭക്തൻ്റെ ജീവിതത്തിൽ അരുളപ്പാടുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഭക്തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ
യേശുവിനെ കാണും മുൻപേ. ആ വചനം ഒന്നുകൂടി വായിച്ചാലും, യെരുശലേമിൽ എന്താ പേര്? ശീമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ മേല് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തിനു വേണ്ടി കാത്തിരിക്കുന്നവൻ. ഹല്ലേലൂയ. അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്ന മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാട്. കർത്താവായ ക്രിസ്തുവിനെ കാണും മുൻപേ അവന് മരണം ഉണ്ടാകത്തില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് പകൽക്കാലത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മൾ പകൽക്കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ മരണമില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്നെ താങ്ങുന്നവരോട് കൂടെ, നമ്മുടെ കഷ്ടങ്ങളിൽ, നഷ്ടങ്ങളിൽ, ഭാരങ്ങളിൽ, വേദനകളിൽ നമ്മോട് താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. ഞാൻ മരിക്കത്തില്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, അധൈര്യപ്പെട്ടു പോകത്തില്ല. എന്നെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവിടെ ശിമയോൻ പറയണ, യേശുവിനെ കാണുന്നതിന് മുൻപ്, യേശുവിനെ മുഖാമുഖം കണ്ടിട്ടല്ലാതെ ഞാൻ മരിക്കത്തില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം നമുക്കൊക്കെയും ഈ കർത്താവിൻ്റെ വചനത്തിലൂടെയുള്ള അരുളപ്പാടുകൾ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാകുന്നു. ആ ഭക്തനെ കുറിച്ച് പറയുന്നത് നീതിമാനെന്നാകുന്നു പറയുന്നത്. നീതി എന്ന് പറയുന്നത് കർത്താവിൽ വിശ്വസിച്ചിരുന്നവനാകുന്നു. ഇന്ന് പകൽക്കാലത്ത് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണുവാനിടയെത്തീരും. നമ്മുടെ ജീവിതത്തിൽ മരണം ഉണ്ടാകത്തില്ല. കർത്താവ് തന്നെ വന്ന് നമ്മളെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ മരണമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്നും നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല ജീവിതത്തെ ദൈവം കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുവാനിടയെത്തീരും. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ മഹത്വം പ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഹല്ലേലൂയ 5-ാം അധ്യായം 5-ന്റെ 24-25 വചനം വായിക്കുമ്പോൾ, യോഹന്നാൻ 5-ന്റെ 24-25 വചനം അവിടെ പറയുന്നത്, പിന്നെ ഈ പറയുന്ന ആമേൻ കർത്താവ് യേശു പറയാണ്, ഹല്ലേലൂയ, ആദ്യനും അന്ത്യനുമാകുന്ന കർത്താവ്, നമ്മോട് കൂടെയുള്ളവൻ, നമ്മെ നയിക്കുന്നവൻ, നമ്മെ നടത്തുന്ന, നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വിടിവിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന കർത്താവായ യേശു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ച, അത് തന്നെ വായിച്ചാലും, അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. ആമേൻ. അവൻ ന്യായവിധിയിൽ അകപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എവിടെ പറയപ്പെടുന്നത്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ വചനം കേട്ട്, ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളവരാണ്. ദൈവത്തിൻ്റെ വചനം എന്നും എന്നേക്ക് ജീവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അവസാനമില്ല. ദൈവം വചനമാകുന്നു. എന്നെ കൈക്കൊള്ളുന്നവന് മരണമില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല, അവന് നിത്യജീവനാണ്. അവൻ നിത്യജീവൻ പ്രാപിക്കും എന്നാകുന്നു ദൈവത്തിൻ്റെ വചനം. അവർ നിത്യജീവനായി കാത്തിരിക്കുന്നവരെ ഓർത്ത്, നിത്യജീവൻ ആമേൻ അവകാശമായി ലഭിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലത്തിൽ തൻ്റെ മക്കൾക്ക് നിത്യജീവനെ ഒരുക്കിയിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങിൽ വിശ്വസിക്കുകയാകുന്നുവല്ലോ. യേശുവേ, ഇന്ന് പകൽക്കാലത്തിൽ
ആമേൻ. ഹല്ലേലൂയ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ ഞങ്ങൾ അമ്മേ കണ്ട് സന്തോഷിപ്പാൻ തക്കോണം അങ്ങ് പിന്നെയും നയിക്കുന്ന കൃപകൾക്കായി നന്ദിയപ്പാ. ഞങ്ങളെ രക്ഷയെ അങ്ങ് പകരണമേ കർത്താവേ. ഇന്ന് പകൽക്കാലത്തിൽ യോഹന്നാന്റെ സുവിശേഷം തുടർന്ന് 11:26 വായിച്ചാലും മകളെ ഒന്ന് അവിടെ പറയപ്പെടുന്നത്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കില്ല. ആമേൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, വിശ്വാസ ജീവിതം നയിക്കണം, വിശ്വാസത്താൽ നടക്കണം, വിശ്വാസത്താൽ കൊടുക്കണം, വിശ്വാസത്താൽ വാങ്ങണം, വിശ്വാസത്താൽ നമ്മൾ മുൻപോട്ട് പോകണം. അവൻ ഒരു നാൾ ഭരിക്കത്തില്ല, മരണം കാണത്തില്ല. ആമേൻ. ലോകപ്രകാരമുള്ളവർ അവിശ്വാസികൾ, ഇറക്കപ്പെട്ടകൾ, ബിംബാരാധകൾ ആമേനൊക്കെയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഹല്ലേലൂയ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കത്തില്ലെന്നാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ് ഈ നാളുകളിൽ. ഒത്തിരി ഭാരങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ കർത്താവ് എന്താ പറഞ്ഞു? ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ, തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, തന്നെ അനുഗമിച്ച പുരുഷാരത്തോട് പറഞ്ഞു, ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് പിന്നെയും പറയുന്നു, എന്നിൽ വിശ്വസിപ്പീൻ, എന്നിൽ അയച്ചവനിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11:29 മുതൽ വായിക്കുമ്പോൾ, അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആമേൻ. മതി. സ്തോത്രം. തുടർന്ന് വായിക്കണം. അവിടെ പറയപ്പെടുന്നത് ഇപ്രകാരമാകുന്നു. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹല്ലേലൂയ, ആമേൻ, മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ജീവിതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 11:29 മുതലാണ് അത് വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. മാർത്തയുടെയും മറിയയുടെയും ഹല്ലേലൂയ ലാസറിൻ്റെയും ജീവിതത്തിൽ, തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, തങ്ങളുടെ ആത്മീക ജീവിതം, തങ്ങളുടെ കർത്താവുമായിട്ടുള്ള, തങ്ങളുടെ ദൈവവുമായിട്ടുള്ള ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ സഹോദരൻ, മാർത്തയുടെയും മറിയയുടെയും സഹോദരനാകും ലാസർ മരിപ്പാനിടയായി തീർന്നു, രോഗിയായി മരിപ്പാനിടയായി തീർന്നു. ആ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവർക്കുള്ള കാര്യമാകുന്നു. ആമേൻ. അവിടെ യേശു തൻ്റെ സ്നേഹിതനാകുന്ന, തന്നിൽ ആശ്രയിക്കുന്ന, തൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന ലാസർ രോഗമായി കിടക്കുന്നു, ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അവിടെ പോകാതെ 3 നാള് താനായിരുന്ന സ്ഥാനത്താകോ ഇരിക്കുവാനിടയിൽ തീർന്നു. 3 നാൾ കഴിഞ്ഞിട്ടാണ് ആമേൻ തൻ്റെ സ്നേഹിതൻ, തൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവൻ, തന്നിൽ വിശ്വസിക്കുന്നവൻ, തന്നിൽ പ്രത്യാശിക്കുന്നവൻ ആമേൻ പാർക്കുന്ന ഇടത്തേക്ക് പോകുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. അവിടെ 3 ദിവസം കഴിഞ്ഞിട്ട് തൻ്റെ സ്നേഹിതനാകുന്ന ലാസറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോഴുള്ള സന്ദർഭത്തെക്കുറിച്ചാകുന്നു ഇവിടെ നമ്മൾ വായിപ്പാനിടയിൽ തീർന്നത്. ആമേൻ. അവിടെ നമ്മുടെ കർത്താവായ യേശു, ഹല്ലേലൂയ, കർത്താവായ യേശു, ദൈവപുത്രനാകുന്ന യേശു അവിടെ ചെന്നപ്പോൾ ആമേൻ തൻ്റെ സ്നേഹിതനാകുന്ന ലാസർ, മാർത്തയുടെയും മറിയയുടെയും സഹോദരനാകുന്ന ലാസർ മരിച്ച് അടക്കപ്പെട്ടിട്ട് 3 നാളായി. അവൻ നാറ്റം വച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ആമേൻ ആ ഭവനത്തിൽ, ആ വിലാപ ഭവനത്തിൽ, ആ ദുഃഖഭവനത്തിൽ, ആ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന, മുഖരിതമാകുന്ന ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ആമേൻ ഒത്തിരി പേരുടെ കരച്ചിലും, സഹോദരിമാരുടെ തൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന, താങ്ങാനാവാത്ത വേദന, വേർപാടിൻ്റെ വേദന, ആരുമില്ല എന്നുള്ള വേദന, ഇനി കരുതുവാൻ ആരുണ്ട് എന്നുള്ള വേദന.
എല്ലാം ഓർത്ത് തന്നെ ആമേൻ തേങ്ങി കരയുന്ന ഒരു ഭവനത്തിൽ യേശു കടന്ന് ചെല്ലുവരുടെ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു അവിടെ, മകളെ ഒന്നുകൂടി വായിച്ചാലും ആ ഭാഗം വായിച്ചാലും. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. ആമേൻ. മതി. പ്രൈസ് തുടർന്ന് വായിക്കണം. പ്രൈസ് അവിടെ പറയപ്പെടുന്നതാണ്. ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ താൻ സ്നേഹിച്ച, ആമേൻ, താൻ ഹല്ലേലൂയ തന്നെ ആരാധിച്ചിരുന്ന, തന്നെ അനുഗമിച്ചിരുന്ന ലാസർ മരിച്ചു, അടക്കപ്പെട്ടു 3 നാളായി. അവൻ നാറ്റം വച്ചു. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ നടുവിലാണ് യേശു വന്നിരിക്കുന്നത്. ആമേൻ. യേശു വന്ന് പട്ടണവാതിൽക്കൽ ഇരുന്നപ്പോഴാകുന്നു, ആമേൻ, ഹല്ലേലൂയ, ലാസറിൻ്റെ സഹോദരിമാർ മാർത്തയും മറിയയും യേശുവിനെ എതിരേൽക്കുവാനായി ചെല്ലുവാനിടെ തീർന്നത്. യേശു അവിടെ ഇരിക്കുന്നു, പട്ടണവാതിൽക്കൽ ഇരിക്കുകയാണ്. അവിടെ ചെന്ന് ആമേൻ ലാസറിൻ്റെ സഹോദരിമാർ മാർത്ത പറയുകയാണ്, എതിരേറ്റ് ചെന്നവൾ പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവൻ ദീനമായി കിടക്കുകയായിരുന്നു, അവൻ മരിക്കുകയില്ലായിരുന്നു. അവൻ ദീനമായി കിടക്കുകയായിരുന്നു, അവന് സൗഖ്യം വരുമായിരുന്നു, അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുമായിരുന്നു, അവൻ ദീനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ യേശു ദൈവപുത്രൻ, ആദ്യനും അന്ത്യനുമാകുന്നവൻ, എന്നും എന്നേക്കും ജീവിക്കുന്നവൻ, എന്നും എന്നേക്കും ജീവിപ്പിക്കുന്നവൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. അതിന് യേശു പറഞ്ഞത്, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിപ്പാനിടയിൽ തീർന്നു. യേശു ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആ മരണവീട്ടിലെത്തിയപ്പോൾ, ലാസർ മരിച്ചിരിക്കുന്ന ആ വിലാപ ഭവനത്തിലെത്തിയപ്പോൾ അവിടെ കരയുന്നവരെ കണ്ടിട്ട്, ഈ വിലാഭവനത്തിൽ വിലപിക്കുന്നവരെ കണ്ടിട്ട്, മാർത്തയുടെയും മറിയയുടെയും കരച്ചിൽ കണ്ടിട്ട് യേശുവും കരഞ്ഞു എന്നുള്ളതാകുന്നു. ഹല്ലേലൂയ. കർത്താവ് യേശു, ആമേൻ, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അവൻ കരയുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവനെ മരിച്ച അടക്കിയ സ്ഥലം എവിടെ, ആമേൻ, എന്ന് ചോദിച്ചു. അതിന് ആകുന്നു, ആമേൻ, മാർത്ത പറഞ്ഞത്, ഹല്ലേലൂയ, കർത്താവേ, അവനെ അടക്കിയിട്ട് 3 നാളായി, നാറ്റം വച്ചിരിക്കുന്നു, നാറ്റം വച്ച് കാണുമെന്ന് പറഞ്ഞതിനാകുന്നു കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല, ഒരു നാളും മരിക്കത്തില്ല. എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ ആരാധിക്കുന്നവർ, എൻ്റെ വഴികളിൽ നടക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. അവന് രോഗസൗഖ്യമുണ്ടാകും, ആമേൻ, പാപമോചനമുണ്ടാകും. ഹല്ലേലൂയ. ദീനത്തിൽ ഞാൻ അവൻ്റെ കിടക്കയെ മാറ്റി വിരിക്കും. അവന് പുതുജീവൻ നൽകും, പുതിയ ശരീരം അവന് നൽകും, അവന് പുതിയ ആത്മാവ് അവൻ്റെ മേലിൽ ഞാൻ പകരും. അവൻ പിന്നെയും ജീവിക്കും. ഹല്ലേലൂയ. അവൻ്റെ ആയുസ്സ് വർദ്ധിക്കും, അവൻ്റെ ആരോഗ്യം വർദ്ധിക്കും. അവൻ ജീവനുള്ള ദേശത്ത് എന്നെ പിന്നെയും ആരാധിക്കും. പകൽക്കാലത്തിൽ ദൈവസന്നിധിയിലുള്ള മക്കളെ ഓർത്ത്, അതറിയുന്ന മക്കളെ ഓർത്ത്, ആമേൻ, അത് പ്രാപിച്ചെടുക്കുന്ന മക്കളെ ഓർത്ത്, ഹല്ലേലൂയ, അത് രുചിച്ചറിയുന്ന മക്കളെ ഓർത്ത്, അങ്ങയിൽ നിന്നാകുന്നു സകലതും, അങ്ങയിൽ നിന്ന് കർത്താവേ, ആമേൻ, കർത്താവായ യേശുവിൽ നിന്ന്, അവൻ്റെ വചനപ്രകാരമാകുന്നു. യേശുവേ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്നിൽ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരിച്ചു പോകത്തില്ല. അവൻ മരിച്ചാലും ജീവിക്കും. രോഗശയ്യയിൽ അവൻ വിടുവിക്കപ്പെടും. പാപത്തിൻ്റെ നടുവിലും പാപമംഗലമാകുന്ന ജീവിതത്തിൽ നിന്ന് മോചനം നൽകും. അവന് നിത്യരക്ഷ അവന് നൽകും. അവൻ ഒരു നാളും ക്ഷീണിച്ചു വനിത വരുത്തത്തില്ല. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാലും മകളെ, യേശു കണ്ണുനീർ വാർത്തു. കരയുന്നവരെ ഓർത്ത്. ദൈവത്തിന്റെ മക്കൾ കരയുമ്പോൾ അവൻ കൂടെ കരയുന്നവനാണ്. അവരുടെ സങ്കടങ്ങളിൽ കൂടെ ഇരിക്കുന്നവനാണ്. അവരുടെ സങ്കടങ്ങളെ അറിയുന്നവനാണ്.
അവരിന് കണ്ണുനീർ, തൻ്റെ മക്കളുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. അവരെ കണ്ണുനീർത്തോടെ സന്തോഷിപ്പിക്കുന്നവനാണ് നമ്മുടെ ഈ കർത്താവ്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ ഇട വരുത്തത്തില്ല. ക്ഷീണിച്ചു പോകുവാൻ, വീഴുവാൻ, താഴുവാൻ, തകർന്നു പോകുവാൻ ഇടവരുത്തത്തില്ല. എല്ലാ തലത്തിലുള്ള പരിരക്ഷ കർത്താവ് നൽകുവാനിടയിൽ തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മകളെ വായിച്ചാലും ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമായിരുന്നു എന്ന് യഹൂദന്മാർ പറയണ. യേശു ഹല്ലേലൂയ ഭവനത്തിലെത്തിയിട്ട് ആമേൻ കരയുന്നവരെ കണ്ടിട്ട് താനും കരയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. തൻ്റെ സ്നേഹിതൻ മരിച്ചടക്കപ്പെട്ടിരിക്കുകയാണ്. ഭവനത്തില് കരച്ചിലല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സന്തോഷിക്കേണ്ട വകയൊന്നും അവിടെ ഇല്ല. സങ്കടപ്പെടുന്ന കാര്യങ്ങളാണ്, സങ്കടപ്പെടുത്തുന്ന നഷ്ടങ്ങളുടെ കഥയാണ് ഒരുപാട് പറയുവാനുള്ളത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് സംഗമേൻ നഷ്ടങ്ങളല്ല, ആ നഷ്ടങ്ങൾ ലാഭമായി തീരുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ വിലാഭവനത്തിൽ പോകുന്നത് തങ്ങൾക്ക് ആമേൻ ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവിനെ ആരാധിച്ച് അനുഗമിച്ച് ആമേൻ അവൻ്റെ വചനം പ്രമാണിച്ചിരുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ നഷ്ടങ്ങളൊക്കെ മാറി വരുന്നൊരു പകൽക്കാലത്തെയാണ് പിന്നെയും ദൈവം കർത്താവ് പകരുന്നത്. യേശു അവിടെ അവനെ അടക്കിയിരിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിപ്പാനിടയിൽ തീർന്നു. വായിച്ചാലും മകളെ ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെ മരിക്കാതാക്കുവാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കെത്തി. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളെ, നമ്മൾ ദൈവവചനം പ്രമാണിക്കുന്നവരാണോ? ആമേൻ. നമ്മുടെ ഓരോ കാര്യാദികളിൽ നമ്മളോട് ചേർന്ന് നമ്മൾ ഉള്ളം നൊന്ത് കലങ്ങുമ്പോൾ ആമേൻ നമ്മുടെ കർത്താവ് നമ്മളോട് മനസ്സലി, നമ്മുടെ ഉള്ളത്തോട് ചേർന്നവൻ കരയും, അവൻ നമുക്ക് വേണ്ടി കരുതും. ഓ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഭാരങ്ങൾ, വേദനകൾ, ചിന്താകുലങ്ങൾ എത്ര വലുതാണ്, എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, എന്നോട് പറയുക, എന്നെ അനുഗമിക്കുക, എന്നെ ആരാധിക്കുക, എൻ്റെ വചനം പ്രമാണിക്കുക, എന്നിൽ വിശ്വസിക്കുക. ഓ ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെ, അവൻ കരയുവാൻ നമ്മോട് കൂടെ അവൻ ഇരിക്കുവാനിടയിൽ തീരുമാനിച്ചാലും അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായെന്ന് പറഞ്ഞു. യേശു അവളോട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? ആമേൻ. ഇവിടെ പറയുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് ഇടവരുത്തത്തില്ല. ആമേ. രോഗത്തിലോ ഭാരത്തിലോ ദീനത്തിലോ ആമേ അപമാനത്തിലോ ഒറ്റപ്പെടലിലോ ഏകാന്തതയിലോ തീച്ചുളയുടെ നടുവിലോ ഹല്ലേലൂയ ലജ്ജിപ്പാൻ ഇടവരുത്തത്തില്ല. നിന്റെ ജീവിതത്തില് ആയുസ്സും ആരോഗ്യവും എല്ലാം വർദ്ധിച്ചു വരും. ഓ, നീ നന്മ തന്നെ പ്രാപിക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ രോഗം വന്നാൽ രോഗസൗഖ്യം വരും. ഭാരത്തിൽ നീ വിടുവിക്കപ്പെടും, വീണാൽ എഴുന്നേൽക്കും. അയച്ചാലും മകളെ അവർ കല്ല് നീക്കി യേശു മേൽപോട്ട് നോക്കി പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് ദൈവത്തോട് പിതാവിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്, ജീവിപ്പിക്കുന്ന വചനമാണ് പറയുന്നത്. ദൈവത്തിന്റെ അതേപോലെ നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന്റെ വചനം വിളിച്ച് പറയുവാൻ കഴിയും? കർത്താവേ, ഞാൻ നിന്റെ വചന പ്രകാരമാണ് നടന്നത്, നിന്റെ വചനം പ്രമാണിച്ചാണ് നടന്നത്, നിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു, നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചു, നിന്നെ ഞങ്ങൾ അനുഗമിച്ചു, നിന്നെ ഞങ്ങൾ ആരാധിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒത്തിരി ചെലവ് ചെയ്തു. ഹല്ലേലൂയ. എല്ലാ തലത്തിലും ഞാൻ നിന്നെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാലും മകളെ എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു.
പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാലത്തിൽ മരിച്ചവൻ പുറത്തു വന്നു. കർത്താവ് എന്താ പറഞ്ഞത്? തന്നിൽ വിശ്വസിക്കുന്നവൻ, തന്നിൽ തന്നെ അനുഗമിക്കുന്നവൻ, തൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാൾ മരിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ആമേൻ. തൻ്റെ വചനം ആമേൻ എന്നും എന്നേക്ക് ജീവിക്കുന്നതാണ്. ആ വചനത്തിൽ പ്രമാണിക്കുന്നവർ, നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് കടന്നു വന്നവരാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് മാനസാന്തരപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് സ്നാനമേറ്റവരാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ദൈവാത്മാവ് പ്രാപിച്ചവരാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ദൈവത്തെ അനുഗമിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലത്ത് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുവാനായി തീർന്നു. എല്ലാ തലത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങൾ, ആവലാതിയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുണ്ട്, ഒത്തിരി വീഴ്ചകളുണ്ട്. പലതരത്തിലും മരിച്ചവൻ്റെ അനുഭവത്തിൻ്റെ നടുവിലാണ് പലരും. ആമേൻ. മരിച്ചാൽ ഭക്തൻ പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാർക്കും ആര് ദൈവത്തെ സ്തുതിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആയതുപോലെ പലപ്പോഴായി ശത്രു ഒതുക്കി ഇരിക്കുന്ന അനുഭവത്തിൻ്റെ നടുവിൽ നിന്ന് കർത്താവേ, തൻ്റെ മക്കളെ ഉയർത്തിയണമപ്പ. യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. ഓ ഹല്ലേലൂയ. കർത്താവ് മരിച്ച ലാസറിനെ ഉയർത്തുവാനിടയത്. തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കത്തില്ല. ആമേൻ. ഈ ലോകം ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ലോകത്തിൽ എത്ര പേർ ജീവനായകൻ നമ്മുടെ കർത്താവ് യേശുവിൽ വിശ്വസിക്കും? അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ വിരാമത്തിലേക്ക് കടന്നു ചെല്ലാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 5-6 വായിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഹല്ലേലൂയ. ഒന്നാമത്തെ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ആമേൻ. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. അവിടെ പറയപ്പെടുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തെ അതിജീവിച്ചവരാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തെ അഭിമുഖീകരിച്ച് കർത്താവിനോടുകൂടി വസിക്കുന്നവരാണ്, പുത്രന്മാരാണ്. നമ്മൾ എന്നും എന്നേക്ക് ജീവിക്കും. ദാസൻ ഭവനത്തിൽ എന്നും ജീവിക്കത്തില്ല, എന്നും എന്നേക്ക് ഇരിക്കത്തില്ല. പുത്രൻ എന്നും എന്നേക്ക് ജീവിക്കും. പുനരുത്ഥാനത്തിൽ നമ്മൾ ആമേൻ മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ് ദൈവം പോലെ ദൈവജനത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ പുത്രീപുത്രന്മാരായി തീർന്നവരാണ്. അവർക്ക് മരണമില്ല. പുത്രീപുത്രന്മാരായി തീർന്നവരാണ്. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച പ്രകാരം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ, രണ്ടാമത്തെ എന്താ നമ്മൾ വായിച്ചാലും പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം എവിടെ വെച്ച് നടന്നു? ഒന്നാമത്തെ പുനരുത്ഥാനം എവിടെ വെച്ച് നടന്നു? ദൈവമക്കളെ, നമ്മൾ സ്നാനമേൽക്കുമ്പോഴാണ്, സ്നാനമേറ്റാണ് നമ്മുടെ പഴയ പാവങ്ങളെ കഴുകി നമ്മൾ വീണ്ടും ദൈവപുത്രന്മാരായി തീർന്ന നിമിഷങ്ങളാകുന്നു ഒന്നാമത്തെ പുനരുത്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാലും അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. അവരുടെ മേല് രണ്ടാമത്തെ മരണം ആമേൻ. ഒന്നാമത്തെ മരണത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുന്ന നിമിഷത്തിലുണ്ടാകുന്ന ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തു ജീവിക്കുന്നവരാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ആമേൻ. കർത്താവ് യേശു ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തു ജീവിക്കുന്നത് പോലെ അപ്രകാരം അവന്റെ അവൻ മരിച്ച് അവൻ ജലത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്നത് പോലെ അതിന് ദൃഷ്ടാന്തമാണ്. അതിനങ്ങനെ ഉപമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ. രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ
ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എന്താ വായിച്ചാലും മകളോട് വായിച്ചാലും ഓക്കെ. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. നമുക്ക് ഇനിയൊരു മരണമുണ്ട്. ലോകപ്രകാരം ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും രണ്ടാമത് ഒരു മരണമുണ്ട്. ലോകപ്രകാരം മരണമുണ്ട്. ആ ഒന്നാമത്തെ മരണത്തിൽ പങ്ക് വഹിച്ചവര് രണ്ടാമത്തെ മരണത്തിൽ നമുക്ക് പങ്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകം വിട്ട് കടന്നു പോയാൽ, ലോകത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതം ആഫായാൽ, അസ്തമിച്ചാൽ, ഇവിടെ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാൽ രണ്ടാമത്തെ ഹല്ലേലൂയ ആമേൻ മരണത്തിൽ പങ്കാളിത്തമില്ല. നമ്മൾ ഉയർത്തെഴുന്നേൽപ്പാണത്. ആ ദൈവത്തിങ്കിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ ദൂതൻ വന്ന് നമ്മളെ കൊണ്ടുപോകാനിടയിൽ തീരും. ഹല്ലേലൂയ. അതിന് ദൃഷ്ടാന്തമായിട്ടാകുന്നു ഹല്ലേലൂയ ലാസർ മരിച്ചടക്കപ്പെടുമ്പോൾ അവൻ ദൈവത്തിന്റെ പുത്രൻ വന്ന് ആ കല്ലറയിൽ വന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്നത്. ദൈവമക്കളായിരിക്കണം. ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന മക്കൾ മരിച്ചാലും ജീവിക്കും. അവനിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. യേശു ആമേൻ ലാസറിനെ പുറത്തു കൊണ്ടുവരേണ്ടത് തീർന്നു. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മെയും കർത്താവ് ലോകക്കാർ നമ്മളെ മരിച്ചടക്കി കല്ലറയിൽ അടക്കം ചെയ്താലും ദൂതന്മാർ വന്ന് നമ്മളെ താങ്ങിയെടുത്ത് കർത്താവിലേക്ക് കൊണ്ടുവരേണ്ടത് പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അറിയിക്കുകയാണ്. അതേ അപ്പാ അമേൻ. കർത്താവ് പറഞ്ഞു, എൻ്റെ വചനത്തിൽ വചനം പ്രമാണിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ വചനം എന്നും എന്നേക്കും ജീവിക്കുന്നവയാണ്. ആയതുകൊണ്ട് ആമേൻ ഞാനും എന്നും എന്നേക്കും ജീവിക്കുന്നു. എൻ്റെ മക്കൾ എന്നും എന്നേക്കും ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നല്ല കഷ്ടപ്പാടുകൾ മാറും. അവർ ലോകത്തിൽ വെച്ച് നന്മകൾ പ്രാപിക്കും, വിടുതലുകൾ പ്രാപിക്കും, അനുഗ്രഹങ്ങൾ പ്രാപിക്കും. അവർ മരിച്ചാലും, അവർ രോഗിയായി ക്ഷീണിച്ച് മരിച്ചാലും ഉയർത്ത് ജീവിപ്പാനിടയിരുന്ന പകൽക്കാലത്തിൽ അതേപ്പ അടിയന് ഇന്നലെ രാത്രി കാലത്തിൽ ചെന്ന് നൽകിയ ദൈവാലോചന ദൈവസഭയിലെ ദൈവമക്കളിൻ്റെ മക്കൾക്ക് അടിയൻ കൈമാറുവാനിടയിൽ തീർന്നു. യേശുവേ, ഈ മക്കളെ പിന്നെയും ഉയർത്തി ജീവിപ്പിച്ചാലും അപ്പ അതിൻ്റെ മക്കളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ആമേൻ എല്ലാ തടസ്സങ്ങളെയും മാറ്റി അങ്ങ് പുതുജീവൻ നൽകി ആമേൻ അങ്ങ് പിന്നെയും ഉയർത്തി ജീവിപ്പിക്കണം അപ്പ. യേശുവേ, തന്നെ ആരാധിച്ച, തന്നെ അനുഗമിച്ച ലാസറിൻ്റെ ജീവിതത്തിൽ അവൻ മരിച്ചടക്കപ്പെട്ടപ്പോൾ അവൻ്റെ മുമ്പിൽ തടയപ്പെട്ട എല്ലാ ബന്ധനങ്ങളെയും തകർത്ത് കർത്താവ് പിന്നെയും അവനെ പുറത്തു കൊണ്ടുവരേണ്ടതായി തീർന്നു. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അപ്രകാരം ജീവിപ്പാൻ എല്ലാവരുടെയും മേലും കൃപകളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുമകത്ത് പൊഴിച്ച് എല്ലാം അങ്ങേക്ക് തരുന്നു അപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ.